ഇന്ന് നമുക്ക് നെത്തോലി കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: നെത്തോലി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയത് 1/2 കിലോ, ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തെടുത്തത് 3 ടേബിൾ സ്പൂൺ, കറിവേപ്പില ആവശ്യത്തിന്. ഇനി ഇതിൽ ചേർക്കാനുള്ള പൊടികളാണ്: മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പുളി ഞാൻ കുടംപുളിയാണ് എടുത്തേക്കുന്നത്. കുടംപുളി ഉപയോഗിക്കാത്തവർ വാളംപുളി ഉപയോഗിക്കാം. ഇതിൽ 3 ചെറിയ കഷ്ണങ്ങൾ ഞാൻ നന്നായി കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. തേങ്ങ 1 കപ്പ്, വെളിച്ചെണ്ണ, ഉപ്പ് ഇത് രണ്ടും ആവശ്യത്തിന്. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് സ്റ്റൗ കത്തിച്ച് നമുക്ക് പാത്രം വെക്കാം. ഫ്ലെയിം ഒരു മീഡിയത്തിലാണ് വെക്കുന്നത്. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റട്ടെ. ആ സമയത്തിന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാം. ഞാൻ അരച്ചെടുത്ത തേങ്ങയാണിത്. ഇത് 1 കപ്പ് തേങ്ങയാണ് നമ്മൾ എടുത്തിരുന്നത്. അതിൽ വെള്ളം മാത്രം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്താണ് ഇത്. ഇനി ഇവിടെ ഞാൻ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഈ കറിയിലേക്ക് ഒഴിക്കാനായിട്ട് എടുത്തു വെച്ചതാണ്. ചൂടുവെള്ളം വേണം നമ്മൾ ഗ്രേവി ആക്കിയിട്ട് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകും. അപ്പോൾ ചട്ടിയിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഞാനൊരു 3.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഈ വീഡിയോയിലും ഞാൻ കടുകിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. കടുക് വേണം. എണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്ക് കടുകിടാം. 1/2 ടീസ്പൂണോളം കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്കിത് വഴറ്റണം. അപ്പോൾ ഏതാണ്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഫ്ലെയിം എപ്പോഴും സിമ്മിൽ വെക്കണം പൊടികൾ ഇടുമ്പോഴത്തേനും, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ പുളി കുതിർക്കാൻ എടുത്ത വെള്ളമാണ് ഉപയോഗിക്കുന്നത്. ഇതില്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചാലും മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ പൊടികൾ പാകത്തിന് കുക്കാവുമ്പോഴത്തേനും ഈ മുകളിൽ എണ്ണ തെളിയും. അതാണ് പൊടികൾ കുക്കായി എന്ന് മനസ്സിലാക്കാനുള്ളൊരു മാർഗം. അപ്പോൾ എണ്ണ തെളിഞ്ഞ് വരുന്ന നമുക്കിവിടെ കാണാൻ പറ്റും. സൈഡിൽ കൂടെ എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പുളി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒരുപാട് ഒഴിക്കേണ്ട ആവശ്യമില്ല. മീൻ നെകക്കെ വെള്ളം ഒഴിച്ചാൽ മതി. മീൻ മുങ്ങി കിടക്കാൻ മാത്രം വെള്ളം വേണ്ട. കാരണം ഇത് നെത്തോലി ആയതുകൊണ്ട് പെട്ടെന്ന് വേവും. അപ്പം നെകക്കെ വെള്ളം മതി. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ തേങ്ങ അരച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പം നെകക്കെ വെള്ളം മതിയാവും. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ മീനിൽ പിടിക്കാൻ കൂടെ ഉപ്പ് ചേർക്കണം. അത് കണക്കാക്കിയിട്ട് വേണം ഉപ്പ് എടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇത് ഒന്ന് തിളയ്ക്കണം. അതിനായിട്ട് ഞാൻ ഫ്ലെയിം ഹൈയിലേക്ക് ഇടുകയാണ്. ഇപ്പോൾ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തിള വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു 4-5 മിനിറ്റോളം വേവിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം തേങ്ങ ചേർക്കാനായിട്ട്. അതായത് ഏതാണ്ട് 3/4 ഭാഗത്തോളം വേവാകുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഫ്ലെയിം ഞാൻ വീണ്ടും മീഡിയത്തിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഒരു 4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. മീൻ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഇത്രയും വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇളക്കാൻ പാടായിരിക്കും. കഴിയുന്നത് ഇളക്കാതിരിക്കുക. ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ചട്ടി മൊത്തത്തിലെടുത്തിട്ടൊന്ന് കറക്കി എടുക്കുകയാണ്. ഇത് ഒരുപാട് ഇട്ട് ഇളക്കരുത്. ഞാനിത് വളരെ ലൈറ്റായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ട് തിളയ്ക്കണം. അതുവരെ കുക്ക് ചെയ്യണം. അപ്പം വീണ്ടും അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. ഫ്ലെയിം ഞാനൊരു മീഡിയം ടു സിമ്മിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട്. നമുക്ക് മീനൊക്കെ ഒന്ന് വെന്തോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. മീനൊക്കെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. ഇപ്പോൾ ഏതാണ്ട് 1 മിനിറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. നമുക്കിത് സ്റ്റൗ ഓഫാക്കാം. അങ്ങനെ നമ്മുടെ നെത്തോലി കോക്കനട്ട് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കൂ. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.